ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ കേസുമായി ആദ്യം അനഘ ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം കെ അജിത കൂടി ചേരുകയാണ്, സാമൂഹ്യ പ്രവർത്തക. ശ്രീമതി അജിത, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഭരണകൂടം എങ്ങനെയാണ് ഇരയ്ക്ക് നീതി നിഷേധിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പ്രതിഫലിച്ചത്. സുഭാഷിണി അലിയും മുഹിയ മഹുത്രയും ഒക്കെ ചേർന്ന് നൽകിയ ഒരു ഹർജിയിൽ ഇങ്ങനെ ഒരു വിധി എത്തുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണേണ്ടത്? ഞാൻ അന്വേഷിക്കുകയും കക്ഷി ചേർന്ന ഒരു കേസാണിത്. അതെ എന്നുള്ളത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളുടെ ആവശ്യമാണ്. ഈ നീതിന്യായ വ്യവസ്ഥിതിയുടെ വിജയത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ആവശ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ വിജയം വളരെയധികം വളരെ സുപ്രധാനമായ ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നു. ഈ വിധി മുന്നോട്ട് പോകട്ടെ, അത് തന്നെ നടപ്പിലാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്വേഷിയുടെ ചെറിയൊരു കോൺട്രിബ്യൂഷനാണ് അതിലുണ്ടായതെങ്കിലും ഇന്ത്യയിലെ വൻകിട സ്ത്രീ പ്രസ്ഥാനങ്ങളെല്ലാം ഇതിനോടൊപ്പം ചേർന്നിരുന്നു. ബിൽക്കിസ് ബാനു 14ഓളം കുടുംബാംഗങ്ങളെ കഴുത്തറുത്ത് കൊന്ന്, നേരിട്ട് ബലാത്സംഗം ചെയ്ത് 3 വയസ്സായ കുട്ടിയുടെ തലയറുത്ത് കൊന്ന്, അതൊക്കെ കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണത്. ജീവിതത്തിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം, ഒരു ചെറിയ അനുഭവം പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ അവസ്ഥയിൽ ഇങ്ങനെയൊരു അനുഭവത്തിലൂടെ കടന്നുപോയ ബിൽക്കിസ് ബാനുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആവശ്യമാണ്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥിതി വിജയിക്കേണ്ടതിന്റെ ആവശ്യമാണ്. ഇത്രയാണ്. തീർച്ചയായും കെ അജിത, ഇതിനകത്ത് ഉയർന്നു വരുന്ന ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് ശ്രീമതി അജിത. കാരണം വലിയ പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന കേരളത്തിന് സുപരിചിതയായ വ്യക്തിത്വം കൂടിയാണ് കെ അജിത. ആ അർത്ഥത്തിൽ കൂടി തന്നെയാണ് ചോദിക്കുന്നത്. കാരണം ഒരു ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ കലാപം, ആ കലാപത്തിൽ ഇരകൾക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന ഘട്ടം, ഇതൊക്കെയാണ് നാം ഈ ബിൽക്കിസ് ബാനു അടക്കം ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ വേളകളിലൊക്കെ നാം കണ്ടിട്ടുള്ളത്. അതിലൊന്ന് മാത്രമാണ്, ആ അർത്ഥത്തിലൊരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണിത്. അതായത് ഈ മുഴുവൻ ഇരകൾക്കും നീതി നിഷേധിച്ചതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ഈ കോടതി വിധിയിലൂടെ നമുക്ക് കാണാനാകുന്നുണ്ട്. അതുവഴി ഒരു പ്രതീക്ഷ കൂടി ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടി കാണാവുന്ന രാഷ്ട്രീയ മാനമുണ്ട്. ഒപ്പം പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾക്ക് കൂടിയുള്ള രാഷ്ട്രീയ തിരിച്ചടിയുണ്ട്. ആ മോദി ഗ്യാരണ്ടിക്കുള്ള തിരിച്ചടിയുണ്ട്. അതല്ല, ഈ എം പി നമ്മുടെ സയ്യിദ് ജസ്ലി എന്നൊരു MP-യെ അവര് എല്ലാവരും കൂടി തല്ലിക്കൊന്നില്ലേ ഗുജറാത്തിൽ? അതെ 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 അതെ, കോൺഗ്രസ് MP. അയാൾ നിരവധി തവണ ഫോൺ വിളിച്ചിട്ടും അവർക്ക് നീതി ലഭിച്ചില്ല. നീതി ലഭിച്ചില്ല. പക്ഷെ ഇതിൽ നീതി ലഭിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നീതി ലഭിക്കാനുള്ള ഭാഗ്യം മറ്റു ഇരകൾക്കും കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും തരുന്ന ഈ വിധിയിൽ എന്താ പറയാ, ഞങ്ങൾ ബിൽക്കിസ് ബാനുവിനോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും കെ അജിത. ആശാ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ആശാ ഉണ്ണിത്താൻ, നോക്കൂ, ഇവിടെ കോടതി നിരീക്ഷിച്ചത് വളരെ ഷാർപ്പായിട്ടാണ്. ഒരു ഇരയ്ക്ക് നീതി വേണ്ടേ? ശിക്ഷ ശരിയായിരിക്കാം, ശിക്ഷ ഒരു